നമസ്കാരം. വലിയ അഹങ്കാരത്തോടുകൂടി എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഹോർമൂസ് ഇടനാഴിയിലൂടെ കപ്പലയച്ച പാകിസ്ഥാന് വൻ നാണക്കേടായിരിക്കുകയാണ്. ഇറാൻ വാലും ചുരുട്ടി മടങ്ങിക്കൊള്ളാനാണ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത്. യു ടേൺ എടുത്ത് വിട്ടോളൂ, നിങ്ങൾക്ക് യാതൊരു ലീഗൽ പെർമിഷനും ഇതുവഴി പോകാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല, ഞങ്ങൾ തന്നിട്ടില്ല എന്നതാണ് പാകിസ്ഥാന് ഇറാൻ കൊടുത്ത മറുപടി. തങ്ങൾ വലിയ മധ്യസ്ഥ ശ്രമമാണ് ഇറാൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധത്തിനിടയിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പെർമിഷനും ഇറാൻ നിഷേധിക്കില്ല എന്ന വലിയ അഹങ്കാരമുണ്ടായിരുന്നു പാകിസ്ഥാന്. അങ്ങനെയാണ് ഈ പ്രദേശത്തോടുകൂടി എണ്ണ ഇറക്കുമതി ചെയ്യുവാനായിട്ട് വെസൽ വിട്ടത്. എന്നാൽ ഇത് നാണം കെട്ട് തിരിച്ച് വാലും ചുരുട്ടി മടങ്ങേണ്ട അവസ്ഥയായി പാകിസ്ഥാന്. കറാച്ചി കേന്ദ്രീകരിച്ചുള്ള സെലൻ എന്ന വെസലായിരുന്നു ഇതുവഴി പാകിസ്ഥാൻ അയച്ചത്. ഇന്ത്യ ഇതിനകം തന്നെ 4ഓളം വെസലുകൾ ഇതുവഴി കൊണ്ടുവരികയും ഇന്ത്യയിലേക്ക് LPGയും എണ്ണയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 6ഓളം വെസലുകൾ ഇനി ഇതുവഴി കടന്നു വരാനുമുണ്ട്. അങ്ങനെ ഇന്ത്യ വളരെ സജീവവും വളരെ ശക്തവുമായി ഡിപ്ലോമാറ്റിക് റൂട്ടുകളിലൂടെ വളരെ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് പാകിസ്ഥാന് ഈ വിധത്തിലുള്ള ഒരു വലിയ നാണക്കേടുണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര വേദികളിലും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിലുമൊക്കെ നാണം കെട്ട് തൊലിയുരിഞ്ഞ് നിൽക്കുകയാണ്. അമേരിക്ക ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെയാണ് തങ്ങളെ വലിച്ചെറിഞ്ഞത് എന്ന് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായ, പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഖ്വാജ ആസിഫ് തന്നെ അവരുടെ പാർലമെൻറ്റിൽ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. 1980കളിൽ അമേരിക്കയ്ക്കു വേണ്ടി റഷ്യക്കെതിരെ വലിയ നീക്കങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ അത്തരം നീക്കങ്ങളിലൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അൽ ഖ്വയ്ദ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്നതും പിന്നീട് താലിബാൻ്റെ ഉദയമൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതേ താലിബാനെതിരെ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയ്ക്കൊപ്പം വീണ്ടും പാകിസ്ഥാൻ നിലയുറച്ചു. ഒരുപാട് ജീവനുകളാണ് ആ യുദ്ധത്തിൽ പാകിസ്ഥാന് നഷ്ടപ്പെട്ടത്. അങ്ങനെയൊക്കെ അമേരിക്കയോടൊപ്പം സഹകരിച്ച് നിന്ന പാകിസ്ഥാൻ ഈ ഭീകരവാദ ഭീഷണിയുടെ പേരിൽ പാകിസ്ഥാനെ വലിച്ചെറിയുകയാണ് അമേരിക്ക ചെയ്തത്. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും ഇപ്പോൾ പാകിസ്ഥാന് ലഭിക്കുന്നില്ല. ചൈനയുടെ ഉദ്യോഗസ്ഥർ നിരവധിയായിട്ട് പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ചൈന തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ തിരിച്ചു മടക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചത്. അതായത് ഗ്വാദർ പോർട്ടുമായി ബന്ധപ്പെട്ടും നിരവധി ഡാമുകളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ചൈനയുടെ പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കുന്ന സാഹചര്യം പാകിസ്ഥാനിലുണ്ടായി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും തങ്ങൾ തയ്യാറല്ല എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വലിയ നാണക്കേട് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി സൗദി അറേബ്യയിലേക്ക് ചെന്നാലോ, സൗദി അറേബ്യയും സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം ഇറാനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് 2025 ഉടമ്പടി പൂർത്തീകരിക്കുവാനായിട്ട് പാകിസ്ഥാൻ തയ്യാറായില്ല. കാരണം ഇറാനെതിരെ പാകിസ്ഥാൻ ഒരു ചെറുവിരലെങ്കിലും അനക്കിയാൽ പാകിസ്ഥാനകത്തുള്ള ഇറാൻ സപ്പോർട്ടേഴ്സായിട്ടുള്ള ഷിയകളുടെ ഭീകരവാദ സംഘടനകൾ പാകിസ്ഥാനെതിരെ വലിയ ശക്തമായ രീതിയിലുള്ള ആക്രമണം നടക്കും. ഇതിനോടകം തന്നെ താളം തെറ്റി നിൽക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ആക്രമണം പാകിസ്ഥാന് താങ്ങാൻ പറ്റുന്നതിന് മുകളിലാണ്. 42% ഭീകരവാദ ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ കൂടിയത്. അത് തെഹ്രീക്ക് താലിബാൻ്റെ ഭാഗത്തുനിന്നായാലും ബലൂജ് ആർമിയുടെ ഭാഗത്തുനിന്നായാലും ഒക്കെ വലിയ ആക്രമണങ്ങൾ പാകിസ്ഥാന് നേരെയുണ്ടായി. അത്തരത്തിൽ പാകിസ്ഥാൻ അടിമുടി രാജ്യത്തിനകത്തു പോലും നാണം കെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി ഇറാനൊപ്പം പാകിസ്ഥാൻ നിൽക്കാം എന്ന് വിചാരിച്ചാലോ, ഇറാനെ കൈയൊഴിയാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ ഒരു ഇസ്ലാമിക് ഉമ്മത്തുണ്ടല്ലോ, ആ ഉമ്മത്ത് നശിപ്പിക്കുവാനായിട്ട് പാകിസ്ഥാൻ തയ്യാറല്ല. പക്ഷേ സാഹചര്യവശാൽ പാകിസ്ഥാന് ഇറാനെ വെറുപ്പിക്കുവാനും സാധിക്കില്ല. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുൻപോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യുദ്ധം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതും. ഡ്യൂറൻ ലൈനിൽ നിന്ന് ലക്ഷങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് നിരവധിയായിട്ടുള്ള മനുഷ്യർ പലായനം ചെയ്യുന്നു. അങ്ങനെ പാകിസ്ഥാന് എല്ലാ തരത്തിലും വലിയ നാണക്കേടും വലിയ തരത്തിലുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും നേരിടുന്ന സാഹചര്യത്തിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിൽ പാകിസ്ഥാനെ മടങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുന്നത്.
പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ എണ്ണ പ്രതിസന്ധിയാണെങ്കിൽ അതീവ രൂക്ഷമാണ്. വലിയ ഊർജ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. സ്കൂളുകൾ ഏകദേശം എല്ലാ സ്കൂളുകളും അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ഗ്രാമീണ മേഖലയിൽ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. സ്കൂളുകൾ അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു മേഖലകളിൽ ചെറുതായി ഓൺലൈൻ സൗകര്യങ്ങൾ പാകിസ്ഥാനിൽ ലഭ്യമാണ്. ഇനി മറ്റ് സർക്കാർ ഓഫീസുകളുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി പാകിസ്ഥാനെ അലട്ടുകയാണ്. അതായത് എല്ലാ രീതിയിലും വലിയ ഒരു ഊർജ പ്രതിസന്ധി തന്നെയാണ് പാകിസ്ഥാനെ അലട്ടുന്നത്. ഈ രീതിയിൽ പാകിസ്ഥാന് കാശ് കൊടുത്ത് ഈ ഓയിൽ ഇപ്പോൾ വാങ്ങുവാനാണെങ്കിലോ വലിയ ഓയിൽ പ്രൈസ് കൊടുത്ത് പാകിസ്ഥാന് വാങ്ങാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ചുറ്റുപാടില്ല. ഇനി ഊർജ്ജ സ്രോതസ്സിൽ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിനെ ആശ്രയിക്കാമെന്ന് വെച്ചാലോ സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട ടെക്നോളജികളൊന്നും തന്നെ പാകിസ്ഥാനിൽ രൂപവത്കരിച്ചിട്ടില്ല. ഇനി വിൻഡ് എനർജിയുമായി കാറ്റിൽ നിന്ന് ഊർജ്ജം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും കാര്യമായ പുരോഗതി പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അടിമുടി നാണം കെട്ടു മടങ്ങുന്നത്. എന്നാൽ ഇന്ത്യ ആയിക്കോട്ടെ തങ്ങളുടെ 4ഓളം വെസലുകൾ ഹോർമൂസ് ഇടനാഴിയിൽ കൂടെ കടത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുവാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ LPG ഇറക്കുമതി ചെയ്തു, ഓയിൽ ഇറക്കുമതി ചെയ്തു. ഇനി 6ലധികം വെസലുകൾ ഇനിയും വരാനുണ്ട്. അത്തരത്തിൽ വലിയ സുരക്ഷിതമായ സാഹചര്യം ഇന്ത്യ ഒരുക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഈ പിന്നോട്ടടി നേരിടുന്നത്. എന്തായാലും ഇനി കാര്യങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.